സ്തോത്രം വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. പല സമയങ്ങളിലും നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. പരിശുദ്ധ ദൈവം ഇന്ന് രാത്രികാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വാക്യമാണ്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ സ്തോത്രം നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ന് രാവിലെ വരെ വലിയ ഭീതി യുദ്ധം പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നു. വ്യോമ പാതകളെല്ലാം അടച്ചു കളഞ്ഞു. സ്തോത്രം. പല ഫ്ലൈറ്റുകളും ഒന്നല്ല 100 കണക്കിന് ഫ്ലൈറ്റുകൾ റദ്ദാക്കി. സ്തോത്രം. പല രാജ്യങ്ങളിലേക്കും യുദ്ധത്തിൻ്റെ വേര് പടരുകയാണോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. ഇന്നലെ രാത്രിയിൽ ഖത്തറിലുള്ള സ്തോത്രം നമ്മുടെ ഡിസംബർ അദ്ദേഹം എനിക്ക് ഒരു വീഡിയോ അയച്ച് തരുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എടുത്ത ചില വീഡിയോകൾ ഈ മിസൈൽ അവിടേക്ക് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ നിന്ന് മിസൈൽ ചെന്ന് അതിനെ ആകാശത്തിൽ വെച്ച് പൊട്ടിച്ച് കളയുന്നതുമായിട്ടുള്ള ചില ചിത്രങ്ങൾ താൻ പറയുന്നത് പാസ്റ്റർ 6:30 മണി മുതൽ 8:30 മണി വരെ സുധാകാശത്തിൽ ഇതിൻ്റെ ശബ്ദങ്ങൾ ഇതിൻ്റെ കാഴ്ചകൾ ഒക്കെയും ഞങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. രാത്രിയിൽ എന്തായി തീരുമെന്ന് അറിയില്ല. അങ്ങനെ യുദ്ധം പല രാജ്യങ്ങളിലേക്കും സ്തോത്രം പടർന്നു കയറി എന്ന് തോന്നിപ്പോകത്തക്ക നിലവാരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. കുവൈറ്റിൻ്റെ വ്യോമപാത അടച്ചു. ബഹ്റൈൻ്റെ വ്യോമപാത അടച്ചു. സ്തോത്രം. ഖത്തറിൻ്റെ വ്യോമപാത അടച്ചു. അങ്ങനെ വിദേശത്തേക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനുമുള്ള ഒരുപാട് ആളുകൾ എയർപോർട്ടിൽ കുടുങ്ങി. സ്തോത്രം. ഇന്നും അതിൻ്റെ കെടുതികൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു സമാധാന അന്തരീക്ഷം അവിടെ പുനഃസ്ഥാപിച്ചു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ ഇത് പറയാൻ വേണ്ടിയല്ല. സ്തോത്രം. ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിലെല്ലാ സ്ഥലത്തും അറിയപ്പെടാനിടയായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, സ്തോത്രം, മാധ്യമങ്ങൾ, പത്രങ്ങൾ എല്ലാം ഈ കൊച്ചു രാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. ഈ കൊച്ചു രാജ്യത്തെക്കുറിച്ചുള്ള പറച്ചിൽ മാത്രമേ, കേൾവി മാത്രമേ ഇന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. തിരുവെഴുത്തിൽ പറയുന്നത് യേശുവിൻ്റെ വരവിന് മുമ്പ് സുവിശേഷം അറിയാത്തവർ ഉണ്ടാകത്തില്ല. ഇന്ന് യഹോവയായ ദൈവം ആരാണ്? ഇസ്രയേൽ ആരാണ്? ബെന്യാമിൻ നെതന്യാഹു ആരാണ്? ഇസ്രയേലിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ആരാണ് ഇവരെ സൂക്ഷിച്ചത്? അറബ് യുദ്ധങ്ങൾ ഇന്ന് പലതും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇസ്രയേൽ ജനം നടത്തിപ്പോന്ന യുദ്ധങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആളുകൾ അയവറക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നല്ലത് പറഞ്ഞും തീയത് പറഞ്ഞും ഈ രാജ്യത്തെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആമേൻ. അപ്പോൾ നല്ലത് പറയുന്ന ആളുകൾ അവരുടെ ദൈവത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. ദോഷം പറയുന്ന ആളുകൾ സ്തോത്രം അവരുടേതായ പ്രവർത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മറ്റ് ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ലോകത്തിൽ നമ്മൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. 33 കോടി ദൈവങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ സ്തോത്രം ഈ രാജ്യത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ ദൈവം ഇന്ന് വിസ്തൃതിയിൽ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്നത് പോലെ ഓരോ രാജ്യങ്ങളിലുമുള്ള ദൈവങ്ങളെ മറ്റു രാജ്യങ്ങളോ ലോകത്തിൻ്റെ അധികാരികളോ ലോക വ്യക്തിത്വങ്ങളോ അറിയാൻ കഴിയാത്ത തലത്തിൽ ഈ ദൈവത്തെ ഉയർത്തുന്നൊരു തലമാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇത് തിരുവെഴുത്തിന്റെ നിവർത്തീകരണമാണ്. ഒരുപാട് ദൈവങ്ങൾ ലോകത്തിലുണ്ട്, ഒരുപാട് മതങ്ങൾ ലോകത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, യുദ്ധമായിക്കൊള്ളട്ടെ, യുദ്ധസമാനമായ അനുഭവങ്ങളായിക്കൊള്ളട്ടെ, ഇവിടെ വരുന്നത് സ്തോത്രം ആ രാജ്യവും ആ രാജ്യത്തിലെ ജനത്തെ നടത്തിയ ദൈവവും.
ഇന്ന് ചരിത്രം എടുത്ത് പഠിക്കുകയാ. കൊച്ചുങ്ങൾ പോലും ചോദിക്കുകയാ, ആരാണ് സ്തോത്രം ആ രാജ്യത്തിന്റെ സ്തോത്രം പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി, പ്രസിഡന്റ് ആരാണ്? ഈ രാജ്യത്തിന്റെ നിലവാരം എങ്ങനെയാ? മറ്റു അപ്പന്മാരും അമ്മമാരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അയ്യോ ഇതൊരു കൊച്ചു രാജ്യമാ. പക്ഷേ വൻകിട രാജ്യങ്ങളോട് ഇവൻ യുദ്ധം ചെയ്യുകയാ. ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഒരുപാട് യുദ്ധ അനുഭവങ്ങൾ കിടക്കുകയാ. ബൈബിളിൽ ഇതുപോലെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാലഘട്ടമില്ല, വേറൊരു ചരിത്രമില്ല. ഒരുപാട് ഇസ്രയേലിന്റെ യുദ്ധങ്ങളെ അനവധിയായി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിള്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ പോകുന്നത്, ഇവര് ചെയ്തിരിക്കുന്ന ചില ദോഷപ്രവർത്തികളുണ്ട്. ആ ദോഷപ്രവർത്തികളിലേക്കാണ് ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അളന്നു കിട്ടും. സ്തോത്രം. ഈ ജർമ്മനിയിൽ ഒഡീസ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ജർമ്മനിയിൽ അവിടെ ഒരു രൂപമുണ്ട്. എല്ലാവരും മനസ്സിലാകത്തക്ക നിലവാരത്തിൽ നിർത്തിയിരിക്കുന്ന നഗ്നരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം തോലുമായി നിൽക്കുന്ന ഒരു രൂപമുണ്ട്. കുറച്ചധികം ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർക്കൊന്നും ഒരു തുണി പോലുമില്ല, ഒരു ഉടുതുണി പോലുമില്ല, ഒരു വസ്ത്രം പോലുമില്ലാതെ നിൽക്കുന്ന നഗ്നരായി നിർത്തിയിരിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും രൂപം അവിടെ ഇന്നുണ്ട്. ജർമ്മനിയിലെ ആ സ്ഥലം സ്മാരകമായി അവിടെ വെച്ചിരിക്കുക. അതിനെ താഴ്ത്ത ഏകദേശം ഒരു സ്ത്രീയുടെ ഇത്രത്തോളം ഹൈറ്റുള്ള ഒരു കൊച്ച്, എല്ലാം തോലുമായി നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ കണ്ണ് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്, ആ ബിംബത്തിൽ കൊടുത്തിരിക്കുന്നത് കുഞ്ഞിന്റെ കണ്ണ്. ആ കുഞ്ഞിനെ അമ്മ ഇങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് ആ കുഞ്ഞിന്റെ കണ്ണ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് സ്തോത്രം ആളുകളുടെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിന് ഒരു ചരിത്രമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹിറ്റ്ലറുടെ കാലഘട്ടത്തില് സ്തോത്രം അവരെ സ്തോത്രം ഇതുപോലെ നരകയാതനയിലൂടെ നടത്തി കൊന്നുകളഞ്ഞ ഒരു ചരിത്രമാണ് സ്തോത്രം ആ ഒഡീസ പട്ടണത്തിൽ പറയുവാനുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒഡീസ പട്ടണത്തിൽ പറയുവാനുള്ളത് സ്തോത്രം. കാരണം ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ വലിയ ഓഡിറ്റോറിയം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന ഇവരെ അതിനകത്ത് ഗെറ്റോകൾ ആ കാലഘട്ടത്തിൽ പണിതു. ഗെറ്റോകൾ ഗെറ്റ് ഹൗസുകൾ, അതായത് സ്തോത്രം ഒരു 500 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുമുള്ള സ്തോത്രം ഒരു ഗെറ്റോ, ഒരു ഗില്ലി, 2 സ്തോത്രം വില്ലേജുകളുടെ നടുവിലായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം അവർ ഉണ്ടാക്കിയെടുത്ത് മതല് കെട്ടി തിരിച്ച് അതിനകത്ത് താൽക്കാലികമായിട്ടുള്ള ചില താമസ സൗകര്യങ്ങളും ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് ഇതിനകത്ത് താമസിപ്പിക്കുന്നത് 500 പേര് സ്തോത്രം 600 പേര് താമസിക്കാൻ കഴിയുന്ന ഈ സ്ഥലത്ത് 50,000 30,000 ആളുകളെ കൊണ്ടുവന്ന് കുത്തി നിറക്കും. അവർക്ക് കൊടുക്കുന്ന അല്പം പോലുമുള്ള ആഹാരവും അവർക്ക് കൊടുക്കുന്ന പരിമിതികളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ അവരെ നടത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരുപാട് യഹൂദന്മാരെ പിടിച്ചു. ആ ഒഡീസിയ പട്ടണത്തിൽ ഒരുപാട് യഹൂദന്മാരുണ്ടായിരുന്നു. ഇവരോടെല്ലാം സ്തോത്രം ആ കാലഘട്ടത്തിൽ ഇവരെ ഒരു കുറ്റം ചെയ്തവരല്ല, ഇവരൊരു ദ്രോഹം ചെയ്തവരല്ല, ഇവർ തിന്മ പ്രവർത്തിച്ചിട്ടല്ല ഇവർക്ക് ഈ ദാരുണമായ അധപ്പതനം വരുന്നത്. ഇവരോട് ആ കാലഘട്ടത്തിലും ആ പട്ടണത്തിലെ ജനത്തിലും അതുപോലെ ആ കാലഘട്ടത്തിലെ അധികാരികൾക്കൊരു അസൂയ ഉണ്ടായിരുന്നു. ഈ ജനത്തോടൊരു അസൂയ ഉണ്ടായിരുന്നു. ഇന്നും ഏറെക്കുറെയൊക്കെ ഈ രാജ്യത്തോട് അസൂയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്, ചുറ്റുപാടുകളിലുമുള്ള. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു യഹൂദ കുഞ്ഞുണ്ടെങ്കിൽ 40 പേര് പഠിക്കുന്ന കൂട്ടത്തിൽ 39 പേരും വെറൈറ്റി മറ്റു സംസ്കാരങ്ങളിലുള്ളവരും ഒരു യഹൂദ കൊച്ചുണ്ടെങ്കിൽ ഇവൻ എഴുന്നേറ്റ് വരും. ഇവൻ മറ്റു കുട്ടികൾ വാങ്ങുന്നതിനേക്കാൾ അധികം മാർക്ക് വാങ്ങും. മറ്റു കുട്ടികൾ പഠിച്ച് പോകുന്നതിനേക്കാൾ വേഗത്തിൽ പഠിക്കും. മറ്റു കുട്ടികൾക്കുള്ളതിനേക്കാൾ ജ്ഞാനം ഇവന് കൂടുതലുണ്ടാകും. ഈ പട്ടണത്തിൽ ബിസിനസ്സുകാരുള്ള കൂട്ടത്തിൽ ഒരു യഹൂദനായിട്ടുള്ള ബിസിനസ്സുകാരനുണ്ടെങ്കിൽ അവന്റെ ബിസിനസ്സുകളെല്ലാം ഡെവലപ്മെന്റ് ആയിട്ട് വരും. അവന്റെ ബിസിനസ്സുകളെല്ലാം ഉയർന്നു വരുവാനിടയായിത്തീരും. എല്ലാ മേഖലകളിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ വളർച്ചകൾ അതിഭയങ്കരമായിരിക്കും. അങ്ങനെ ഇവരോട് അസൂയ തോന്നിയ കാലഘട്ടത്തിലെ ജനം അങ്ങനെയാണ് ബുദ്ധിപരമായി ചിന്തിച്ച്
ചിന്തിച്ചുകൊണ്ട് ഹിറ്റ്ലർ ആ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവരെ ആമേൻ നിങ്ങൾ തകർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ തകർക്കുവാൻ നിങ്ങൾ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഇവരുടെ സ്വത്തെല്ലാം നിങ്ങൾക്ക് വീതിച്ചെടുക്കാം. അങ്ങനെ ആമേൻ യഹൂദന്മാരെ തകർത്തു കളയുവാൻ ആ കാലഘട്ടത്തിൽ പലരും വ്യാജ പ്രചരണങ്ങൾ വരെ ഉണ്ടാക്കുവാനിടയായി തീർന്നു. വ്യാജം പറഞ്ഞുണ്ടാക്കി. എന്ത് നിമിത്തമാണെന്നറിയാമോ? ഇവർ തെറ്റോ കുറ്റമോ ചെയ്തിട്ടല്ല. ഇവരോട് അസൂയ നിമിത്തം. കേട്ടോ പ്രിയ മക്കളെ, ദൈവം ജനത്തെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, വചനത്തിൽ വാക്യമുണ്ട്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. യാക്കോബ് എന്ത് ചെയ്യും? ആനന്ദിക്കും. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ലതെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രസാദിക്കാൻ തുടങ്ങിയാൽ അവന്റെ ജീവിതത്തിൽ ഏറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവം ഒരു തന്റെ കരത്തിൽ പിടിച്ചാൽ അവനെ താഴ്ത്തി തകർത്ത് കളയുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെ നടത്തിക്കൊണ്ടുവന്ന ഒരു കൂട്ടം ജനമായിരുന്നു യഹൂദന്മാർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവരെ ഇങ്ങനെയെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെയെല്ലാം പാർപ്പിച്ചു. എന്നിട്ട് വലിയ ഓഡിറ്റോറിയം പോലെയുള്ള സ്ഥലത്തേക്ക് ഇതുങ്ങളെല്ലാത്തിനും കയറ്റും. അവരുടേതായ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുങ്ങളെല്ലാത്തിനും ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ഈ പെട്രോള് പോലത്തെ ഉൽപ്പന്നങ്ങൾ ഹല്ലേലൂയ ഇതിൻ്റെ അകത്തേക്ക് സ്പ്രേ ചെയ്യും. ജനൽ വഴിയായിട്ടും മറ്റു സ്ഥലത്തുകൂടി എല്ലാം പെട്രോൾ പോലത്തെ സംഭവം, ഇന്ധനങ്ങൾ, ഗ്യാസ് ചേമ്പർ ഇതിൻ്റെ അകത്തേക്ക് ഗ്യാസ് കടത്തിവിടും. അല്ലെങ്കിൽ കത്തിപ്പോകത്തക്ക നിലവാരത്തിൽ ഇന്ധനം കടത്തും. എന്നിട്ട് വാതിലുകളെല്ലാം അടക്കും. ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് തീയിടും. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അതിനകത്ത് കിടന്ന് വെന്തും മരിക്കും. പുക ഇങ്ങനെ ഉയരുവാനിടയായിത്തീരും. ആ ബിൽഡിംഗ് തന്നെ നിന്ന് കത്തും. അങ്ങനെ കത്തിച്ച് കളഞ്ഞും ഗ്യാസ് ചേമ്പറിനകത്ത് ഈ മനുഷ്യരെ അടച്ചിട്ട് അതിനെ കത്തിച്ച് കളയുന്ന അനുഭവത്തിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ആ കാലഘട്ടത്തിൽ ആ ഭരണാധികാരി കൊന്നു തള്ളുവാനിടയായിത്തീർന്നു. എന്തിനു വേണ്ടിയാണ് ഇവർ മരിക്കുന്നതെന്ന് പോലും ഇവർക്കറിയാൻ കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു. അവരുടെ കുഞ്ഞുമക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ യൗവനക്കാർ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്? എന്ത് കാരണത്താലാണ് ഞങ്ങളിങ്ങനെ കൊന്നു തള്ളുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് പലപ്പോഴും അവർ ചോദിക്കുമായിരുന്നു എന്ന ചരിത്ര പുസ്തകം പറയുകയാണ്. ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരെ കൊല്ലുന്നതെന്നും എന്തിനു വേണ്ടിയാണ് മരിക്കുന്നതെന്നും തിരിച്ചറിവില്ലാതെ വണ്ണം മരിച്ചുപോയ ഒരു കൂട്ടം യഹൂദന്മാർ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് എന്തിനെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഒരു കൂട്ടം ആളുകൾ വെന്തും വെടികൊണ്ടും ഗ്യാസ് ചേമ്പറിലകപ്പെട്ടും പൽച്ചക്കറങ്ങളിൽ മിക്സി ഇന്ന് നമ്മുടെ മിക്സി ഉപയോഗിക്കുന്നത് പോലെ പൽച്ചക്കറങ്ങളിൽ മനുഷ്യരെ കയറ്റി പൾപ്പ് പോലെ പുറത്തേക്ക് വിട്ടുകളയുന്ന അനുഭവത്തിലൊക്കെയും കടന്നുപോയ യഹൂദന്മാർ. എന്തുകൊണ്ടാണെന്നറിയാമോ പ്രിയ മക്കളെ? ഒരു കാലഘട്ടത്തിൽ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അവർ കുറ്റം വിധിച്ചു കൊന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യേശു ക്രിസ്തുവെന്ന. ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ഒന്ന് വായിക്കാനിടയായി തീർന്നു. അവിടെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മരിച്ചു പോകുന്ന യഹൂദന്മാർക്ക് എന്ത് തെറ്റിനാലാണ് അവർ മരിക്കുന്നതെന്ന് ഉള്ള ചോദ്യത്തോടു കൂടിയായിരുന്നു അവർ മരിച്ചുപോയത്. അവർക്കറിയത്തില്ലായിരുന്നു എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ കൊല്ലുന്നതെന്ന്. ഒരിക്കൽ ചുറ്റുപാട് മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും പരീശന്മാരും യഹൂദ ജനവും ചേർന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, ബറബ്ബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. എന്താണ് ഇവൻ ചെയ്ത തെറ്റെന്ന് പീലാത്തോസും ഹെരോദാവും മാറി മാറി ചോദിക്കുന്നുണ്ട്. ഈ മനുഷ്യനിൽ ഞങ്ങളൊരു തെറ്റും കാണുന്നില്ല, ഈ മനുഷ്യനിൽ ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് അവനെ വിട്ടയക്കാൻ ശ്രമിക്കുമ്പോഴും ആരാവാരം അധികമായിട്ട് ഉയർന്നുകൊണ്ടിരുന്നു. അവനെ ക്രൂശിക്കുക, അവനെ കൊല്ലുക എന്നുള്ള ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അളക്കുന്ന അളവിനാൽ
അളന്ന് കിട്ടുമെന്നാണ് തിരുവെഴുത്തിൽ ആമേശ്വരം വായിക്കുന്നത്. പ്രിയമക്കളെ, ആമേശ്വരം അളക്കുന്ന അളവിന് ഏത് കയ്യിൽ വെച്ചളന്നു, ഏത് പാത്രം വെച്ചളന്നു, ഏത് ആമേശ്വര അളവുകോൽ കൊണ്ട് അളന്നു, അതിനൊത്തവണ്ണം അളന്നു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് ഈ കാലഘട്ടത്തിലും സംഭവിക്കും. അവരിൽ സംഭവിച്ചത് നമ്മളിലും സംഭവിക്കും. നമ്മളിൽ സംഭവിക്കുന്നത് എല്ലായിടത്തും സംഭവിക്കും. കാരണം വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവവചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അന്ന് സ്തോത്രം ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുമായിരുന്നു. ഒത്തിരി ക്യാമ്പുകൾ അതുപോലെ ഉണ്ടാക്കും. സ്വതം അവിടേക്ക് ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിലേക്ക് ഒരു ബോഗിക്കകത്ത് എത്ര പേർക്ക് കയറാൻ പറ്റും പ്രിയമക്കളെ? സ്വതം മാക്സിമം കന്നുകാലികളെ പോലെ കുത്തി നിറച്ച് സ്തോത്രം അവിടെ ചെല്ലുമ്പോ സ്വതം മരിച്ചു കിടക്കുന്ന ജഡങ്ങൾ മാത്രം പുറത്തെടുക്കുന്ന ഒരു കാലം സ്വതം ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ജീവച്ഛവമായി തീരുന്നതെന്നുള്ള ചോദ്യത്തോടെ അനേകർ മരിച്ചു. നമുക്ക് വായിക്കാം പ്രിയമക്കളെ. ലൂക്കോസിന്റെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചരിത്രം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ എന്ന് വായിക്കാം. 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ലൂക്കോസ് സുവിശേഷം. അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായത് ഒന്നും അവനിൽ കണ്ടില്ല. സ്തോത്രം. അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടിപ്പിച്ചു വിട്ടയക്കും. ആരെ? യേശുവിനെ. അവൻ ചെയ്ത ഒരു തെറ്റും കാണുന്നില്ല പ്രിയമക്കളെ. ചരിത്രം ഇന്ന് വരെയും ഉത്തരം കിട്ടാതെ വണ്ണം തലകുനിച്ച് നിൽക്കുന്ന ഏറ്റവും വലിയ ചരിത്ര സംഭവമാണിത്. ഒരു തെറ്റും ചെയ്യാതെ വണ്ണം നമ്മുടെ ഇന്ത്യൻ ഭരണ സംഹിതയിൽ സ്വതന്ത്രം ഒരു കാര്യം ഇങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ട്. ഒരു നിരപരാധി ഒരിക്കലും എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. പ്രൈസലോ. ഒരു നിരപരാധി ഒരിക്കലും എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. ഇന്ന് നീതിപീഠത്തിന്റെയും ന്യായ പുസ്തകങ്ങളിലും ഏറ്റവും അധികമായിട്ട് എഴുതി കാണുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു നിരപരാധി ഒരു കാലഘട്ടത്തിലും ശിക്ഷിക്കപ്പെടരുത്. എന്നാൽ ഇവിടെ ഒന്ന് നോക്കണം. യേശുവിനെ ഒരു കാരണവും കൂടാതെ അവന്റെ പേരിൽ ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാതെ വണ്ണം ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളും ജനവും മഹാപുരോഹിതന്മാരും ദേശത്തിന്റെ അധിപതികളും ചേർന്നുകൊണ്ട് അവനെ കുറ്റം വിധിച്ചു. തെളിയിക്കാൻ പറ്റുന്ന കുറ്റമല്ല, ആരോപണങ്ങൾ മാത്രമായിരുന്നു. അവനെ ക്രൂശിച്ചു കൊന്നു. തെളിവില്ലാത്ത കാരണങ്ങളായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ കുറച്ച് മാസങ്ങളായിട്ട് എന്നെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, നീ ദൈവ പൈതലാണോ? നീ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവനാണോ? നിനക്കെതിരെ ശത്രു വാടകോരും, നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കും, നിനക്കെതിരെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടുണ്ടാക്കും. നീ വീഴരുത്, തളരരുത്. പച്ചമരത്തോട് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉണക്കമരമാ നീ. നിന്നോട് എത്രയധികം ചെയ്യും. ഇതൊന്നും കണ്ട് ഇളകി കുലുങ്ങിപ്പോകരുത്. പൗലോസിനെ പോലെ എഴുന്നേൽക്കണം. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു കൊണ്ടുവരുന്ന പദ്ധതികളെ ചവിട്ടിക്കളയുവാൻ തക്കവിധം ഇപ്പോൾ ഉള്ളതിനോ ഇനി വരുവാനുള്ളതിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നത് പോലെ ആ ഒരു ഉറപ്പും ധൈര്യത്തോടും കൂടെ ഈ ദിവസങ്ങൾ ദൈവവചനം എഴുന്നേൽക്കണം. ശത്രു സ്തോത്രം ലജ്ജിച്ചു പോകണം. ശത്രു എന്ത് ചെയ്യണം? ലജ്ജിച്ചു പോകണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. സ്വതം എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, ലോകത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതുപോലത്തെ പ്രതിസന്ധികൾ ഉണ്ടാകും. എന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്കും ഇതുപോലത്തെ പ്രതിസന്ധികൾ ഉണ്ടാകും. എന്റെ ശബ്ദം കേൾക്കുന്ന എവരോടും ഞാൻ പറയുന്നത്, കർത്താവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതുപോലത്തെ പ്രതിസന്ധികൾ ഉണ്ടാകും. നീ അതിൽ തട്ടി വീഴരുത്. ആത്മാവിന്റെ ശക്തിയോടുകൂടി അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് നിന്നതുപോലെ, അഭിഷിക്തന്മാർ എഴുന്നേറ്റ് നിന്നതുപോലെ, ദൈവമക്കൾ എഴുന്നേറ്റ് നിന്നതുപോലെ ഈ കാലഘട്ടത്തിൽ നീയും എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. അവര് മൂന്നാമതും ചോദിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇവൻ എന്ത് തെറ്റാണ് ചെയ്തത്?
ആമേ. എന്ത് നിമിത്തമാണ് ഇവനെ ക്രൂശി? അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉത്സവം തോറും ഒരുത്തനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അവനോ നഗരത്തിലുണ്ടായ ഒരു കലഹവും കൊലയും ഹേതുവായി തടവിലായവനായിരുന്നു. 18-ാം വാക്യം. 17 മുതൽ വായിച്ചോ. ഇവനെ നീക്കിക്കളയുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. സ്തോത്രം. അവർക്ക് ആരെ മതി? ബറാബാസ്. അല്പമായിട്ട് എല്ലാ പരിപാടികളിലും ഇവിടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് മതി. ബറാബാസ് ആയി കഴിയുമ്പോഴൊക്കെ കുഴപ്പമില്ല. ബറാബാസ് ഇഷ്ടത്തിനൊത്തവണ്ണമൊക്കെ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. ആമേശ്വത്ത് അവനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കോളും. ആമേശ്വത്ത് ഇവനാണെങ്കിൽ സത്യമേ പറയത്തുള്ളൂ. ഇവനാണെങ്കിൽ ആമേ നീതിക്ക് വേണ്ടി നിൽക്കത്തുള്ളൂ. ഇവനെ കിട്ടിയിട്ട് കാര്യമില്ല. ബറാബാസ് ആണെങ്കിൽ എല്ലാ പരിപാടിയും ചെയ്തോളൂ. പ്രൈസലോ. അപ്പൊ അതുകൊണ്ട് ആമേശ്വത്രം ബറാബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരോടും കൂടെ. ആരൊക്കെയാ നിലവിളിക്കുന്ന അറിയാമോ? ആ കാലഘട്ടത്തിൽ ജനത്തെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ട ആമേ വചനം പറയുന്നത് പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാകയാൽ. എവിടെ? മലാക്കി പ്രവചനത്തിൽ പറയുന്നു, മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നു. ആമേ സ്വതം ആമേ പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാണ്. മനുഷ്യന്റെയും ആമേ സ്വത ദൈവത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി വൻ പ്രവർത്തികളെ ചെയ്തെടുപ്പാൻ ആ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം നിയമിച്ചിരിക്കുന്ന വ്യക്തിത്വമായിരുന്നു ആമേ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും. എന്നാൽ അവരും ഈ ജനത്തോട് കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരോട് വിളിച്ചു പറയുവാൻ തുടങ്ങി, ആമേ ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക, യേശുവിനെ വേണ്ട, ആമേ ബറാബാസിനെ മതി. ഇന്ന് ഉയർത്തി കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഒരുപാട് നിർമ്മിത മതിലുകളും നല്ല മന്ദിരങ്ങളും ദൈവാലയം എന്ന് വിശേഷിപ്പിക്കുന്ന പലതുമുണ്ട്. പ്രിയമക്കളെ, യേശു അതിന്റെ അകത്തളത്തിൽ ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചോ. ഹല്ലേലൂയ. യേശുവിനെ കാണുവാൻ വേണ്ടി ആമേ വിദ്വാൻമാർ ചെന്നത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. യേശുവിനെ അവിടെ കണ്ടു കിട്ടിയില്ല. ആമേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്ന് നോക്കണം, ദരിദ്രന്മാരുടെ ഇടയിലേക്ക് ചെന്ന് നോക്കണം. ആ കൊച്ചു കാലിത്തൊഴുത്തിനകത്തളത്തിൽ അവനെ കണ്ടു, അവനെ നമസ്കരിച്ചെന്ന തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കൊട്ടാര സമമായ പല കൊട്ടിലും ആമേ സ്വതം ആമേ യേശുവില്ല എന്ന് ദൈവജനം ഒന്ന് തിരിച്ചറിയട്ടെ. നിന്റെ ഹൃദയത്തിനകത്തളത്തിലാണ് അരിമനാഥനായ കർത്താവ് വസിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല മക്കളെ. പല സ്ഥലത്തും കർത്താവില്ല. ആമേ പല സ്ഥലത്ത് കർത്താവ് യേശു ഇല്ല. ആമേ സ്തോത്രം. പുരോഹിതന്മാര് അന്ന് അവർ ശുശ്രൂഷിക്കുന്നവരാണ്. എവിടെ? ആമേ സ്തോത്രം 60ഓളം ആമേ സ്തോത്രം പില്ലറുകൾ മാർബിളിൽ തീർത്തിരിക്കുന്ന ആമേ സ്തോത്രം യെരൂശലേം ദൈവാലയത്തിനകത്തളത്തിൽ യാഗങ്ങളും കർമ്മങ്ങളും ബലികളും നടത്തിക്കൊണ്ട് ജനത്തിന് പാപബോധനം കൊടുത്തു പോകുന്ന പുരോഹിതന്മാർ പറയുന്നു, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ബറാബാസിനെ മതി. അവനെ ക്രൂശിക്കുക. ആമേശ്വത എന്ന് കേൾക്കുന്ന ഇന്നും ആ കാലഘട്ടം തന്നെയല്ലേ? ഇന്നും അങ്ങനെ തന്നെയല്ലേ? ആമേശ്വത പല ജനത്തെയും ഒതുക്കി വെച്ചുകൊണ്ട് യേശുവിന്റെ വചനമോ ഒരു ട്രാക്ട് ഒരു കുടുംബത്തിൽ കൊടുത്താൽ ആമേശ്വതം ചാണകത്തിൽ ചൂലുമുക്കി അടിച്ചു പുറത്താക്കണമെന്ന് പഠിപ്പിക്കുന്ന ആമേശ്വത ആത്മീക പണ്ഡിതന്മാർ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കർത്താവിന് ആ പ്രശംസ കിട്ടിയിട്ടില്ല കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമുക്കും കിട്ടത്തില്ല. എന്ത് കാണിച്ചെന്നാലും അവൻ വരും, വരുവാനുള്ളവൻ വരും. അവൻ ചേർക്കുന്ന ചില ദിവസങ്ങളുണ്ട്. അതിന്റെ പ്രകമ്പനങ്ങളാണ് ലോകത്തിന്റെ പല മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവരവൻ ചേർക്കും, വിശുദ്ധന്മാരവൻ ചേർക്കും. അപ്പോ ഇവർക്ക് ആരെ മതി എന്നറിയാമോ? താഴേക്കൊന്ന് വായിച്ചോ. യേശുവിനെ വെടിയിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു. അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്കേണ്ടതിനെ ഉറക്കെ മുട്ടിച്ചു ചോദിച്ചു. അവരുടെ നിലവിളി ഫലിച്ചു. അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. മതി. ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല. ആമേ യെശയ്യാ പ്രവചനം പറയുന്നു, ആമേ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവന്റെ താഴ്മ നിമിത്തം അവൻ എന്ത് ചെയ്തില്ല, നീതി ലഭിച്ചില്ല.
കേട്ടോ പ്രിയ മക്കളെ, നമ്മൾ ഈ പുസ്തകം എടുത്തിരിക്കുന്നത് നിമിത്തം ചിലപ്പോൾ പലരോടൊക്കെ പലതൊക്കെ പറയണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകും, പ്രവർത്തിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് സമ്മതിക്കത്തില്ല, പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. യേശു പിതാവിനാൽ സ്വതം ബന്ധിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട്, പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നവനായതുകൊണ്ട് പലതും പറയുവാൻ ഒരുപക്ഷെ ഒരുക്കമുള്ളൊരു ഹൃദയമുണ്ടായി നിൽക്കാം. പക്ഷേ അവനെല്ലാം സ്വതം അവിടെ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞു, സ്വതം പിതാവ് കഴിയുമെങ്കിൽ പാന വിധേയപ്പെടുകയാ, അവിടെ സമ്മതിക്കുകയാ. പ്രിയ മക്കളെ, ആമേശ്വരം അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നിന്റെ ബുദ്ധിക്കും ഹൃദയത്തിനും ആമേശ്വരം ഹല്ലേലൂയ നല്ലതല്ലാത്ത നിലവാരത്തിലുള്ള ചില വാക്കുകളും പ്രവൃത്തികളും കാണുമ്പോൾ കേൾക്കുമ്പോൾ മനം മടുത്തു പോകല്ലേ. ആമേശ്വരം അവിടെയല്ല, ദൈവവചനത്താൽ നീ അങ്ങ് ഒതുങ്ങിയേക്കണം. വചനത്തിന്റെ ആധികാരികതയ്ക്ക് ഒത്തവണ്ണം മുട്ടുമടക്കേക്കണം. അരുമനാഥനായ യേശു പഠിപ്പിച്ചിരിക്കുന്ന വചനങ്ങളും വാക്യങ്ങളും നീ മറന്നു പോകരുതെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നീ നിനക്കുള്ളവനല്ല, നീ യേശു ക്രിസ്തുവിനുള്ളവനാണ്. നീ അവന്റെ ദാസനാണ്. നമ്മൾക്കുള്ളവരാണോ പ്രിയ മക്കളെ? അല്ലെന്നേ, നമ്മൾ കർത്താവിനുള്ളവരാ. അതുകൊണ്ട് പലതിലും നീ വിധേയപ്പെട്ടേ മതിയാകും. നിനക്കൊരു പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. നിനക്ക് വേണ്ടി ഒരുത്തൻ വില കൊടുത്തിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ആരാ ചോദിക്കാനുള്ളത്? ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ ആരാ ചോദിക്കാനുള്ളത്? ഇതൊക്കെയാ നമ്മുടെ ഭാവം. നീ ഇന്ന് ജീവനോട് ഇരിക്കുന്ന ഒരുത്തം വില കൊടുത്തത് കൊണ്ടാ. മരിച്ചു മാറ്റപ്പെട്ട് മണ്ണ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് കണ്ണിന് നേരെ വന്ന അനർത്ഥങ്ങളെ സർവശക്തനായ ദൈവം തട്ടി മാറ്റിയിട്ട് ഇന്ന് നിനക്ക് ജീവൻ തന്ന്, ഇന്ന് നിനക്ക് ബലം തന്ന്, ഇന്ന് നിനക്ക് ശക്തി തന്ന് ഇതൊക്കെ പറയാനിടയാക്കി തീർക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. എന്റെ കഴിവാണ്, എന്റെ ബലമാണെന്നൊക്കെ നിനക്ക് പറയാൻ നാവ് എടുത്ത് പറയാൻ പറ്റുന്നത് ദൈവം തന്ന ആരോഗ്യം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പൊന്നുകൊണ്ട് വെള്ളി കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെ ആരാധിക്കുന്നു. ഈ പൊന്നും വെള്ളിക്ക് നിനക്ക് തന്നത് എന്റെ ദൈവമാ. അവിടെ പറയുന്നുണ്ട്, ഞാനല്ലേടാ നിനക്കിതെല്ലാം തന്നത്, എന്നിട്ട് നീ എന്താ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? സ്വതം പൊന്നും വെള്ളിയും സ്വതം നന്മകളും അനുഗ്രഹങ്ങളും വീടും സ്ഥലവും എല്ലാം തരും സ്വർഗത്തിലെ ദൈവമാ. പ്രിയ മക്കളെ, ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, ഇതെന്റെ കൈയുടെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കി എന്നൊന്നും നീ പറഞ്ഞേക്കരുത്, ഇതെല്ലാം നിനക്ക് തരും സ്വർഗത്തിലെ ദൈവമാ. അപ്പൊ നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? നമ്മൾ ഒന്ന് ദൈവത്തിന് വേണ്ടി ഒരു ആരാധനക്കോ ഒരു പ്രാർത്ഥനയ്ക്കോ നമ്മളൊരു ഉപവാസത്തിനോ ഇതൊക്കെ പോകുന്നത് ദൈവത്തിന് വേണ്ടി എന്തോ നമ്മൾ കൊടുക്കുന്ന പോലെ. നീ ഇന്ന് ജീവനോട് ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. തീർന്നു പോകേണ്ട സാഹചര്യങ്ങൾ കഴിഞ്ഞു. മിസ്രൈമിന്റെ തീച്ചൂളയിൽ അവിടെ കിടന്ന് പട്ടുപോകേണ്ട സാഹചര്യത്തിലെല്ലാം അവിടെ ദൈവത്തിന്റെ കരം കൊണ്ട് നിന്നെ മറച്ചു. പകല് നീ വാടിപ്പോകാതെ, ചൂടേറ്റ് വാടിപ്പോകാതെ, പകലിലൊരു മേഘസ്തംഭവും രാത്രിയിൽ തണുപ്പ് കൊണ്ട് വീണു പോകാതെ, രാത്രിയിൽ ഒരു അഗ്നിസ്തംഭവും നിലനിർത്തിക്കൊണ്ട് നിന്നെ നടത്തിയതും സൂക്ഷിച്ചതും എന്റെ കരമത്ര എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടുകയാ. സ്തോത്രം. സമയം വേഗത്തിൽ മുന്നോട്ട് പോകുക. സ്തോത്രം. അപ്പോ ഇതിന്റെ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അവർ അസൂയ കൊണ്ടായിരുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു ഈ യഹൂദന്മാരുടെ കാലഘട്ടത്തില്. സ്തോത്രം. ഈ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അവർക്കും ഉണ്ടായിരുന്നത്. അവരെന്തുകൊണ്ടായിരുന്നു ഏൽപ്പിച്ചതെന്ന് അറിയാമോ? അസൂയ കൊണ്ടായിരുന്നു. അസൂയ കൊണ്ടായിരുന്നു അവനെ ഏൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 22-ാം വാക്യം വായിച്ചു. 22-ാം വാക്യം. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷമെന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ഇവൻ ചെയ്ത തെറ്റെന്താണ്? തെറ്റൊന്നും ഞങ്ങളോട് ചോദിക്കരുത്, ആള് ശരിയല്ല. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയ മക്കളെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുറ്റം ആരോപിക്കുമ്പോൾ ശരിയും തെറ്റും ഉണ്ട്. ശരി ഒന്നും നോക്കണ്ട, ആളെന്തല്ല, ആള് ശരിയല്ല. എന്താ കാര്യം? കാര്യമൊന്നുമില്ല, ആള് ശരിയല്ല, ആള് തെറ്റാ.
Praise the Lord. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ചെയ്ത തെറ്റെന്താണ്? അധികാരി ചോദിക്കുക, പിലാത്തോസ് ചോദിക്കുക, ഈ മനുഷ്യനെ, മറ്റു ഭാഗത്ത് നമ്മൾ അത് തന്നെ വായിച്ചത് അല്ലേ, മൂന്നാമതും ചോദിച്ചു, ഇവൻ ചെയ്ത തെറ്റെന്താ? ആരെങ്കിലും പറഞ്ഞു ഇവൻ എന്നെ തെറ്റിയതെന്ന്? ഇല്ലെന്നേ. തെളിയിക്കപ്പെടാതെ പല കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ടും സ്തോത്രം തെറ്റ് ചെയ്യാതിരുന്നിട്ട് ക്രൂശ് മരണം അനുഭവിച്ച ചരിത്രത്തിലൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. കാരണം അത് നമുക്ക് വേണ്ടിയാ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ അവൻ യാഗമായി തീരുവാനിടയായി തീർന്നു. അപ്പോൾ ഒരു തെറ്റും ഇവന്റെ ജീവിതത്തിൽ അവർക്ക് നിരത്താൻ പറ്റിയില്ല. ഒരു തെറ്റും ചെയ്യാതെ വണ്ണം ക്രൂശിക്കപ്പെട്ട് മരിച്ചു. അതുകൊണ്ട് സ്തോത്രം അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെയെല്ലാം അവന്റെ നേരെ വരുത്തി. അവന്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലം കൈയിൽ ഒരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമക്കളെ, ആരെയാ? സ്വർഗത്തിന്റെ മണിമകുടമാകുന്ന ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുവിനെ അവരെന്ത് ചെയ്തു? നിഷ്കരണം പരിഹസിച്ചു. എന്നാൽ ദേശത്തിന്റെ മധ്യത്തിൽ ഇന്നൊരു പരിഹാസം നമ്മൾ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ നിലവാരം എങ്ങനെയായിരിക്കും? നമ്മളെക്കുറിച്ച് ഒരാൾ ഒരു ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? 10 ദിവസം അവന്റെ മുമ്പാകെ മിണ്ടാതെ നടക്കും. ആമേശ്വത് അവനെ നോക്കത്തില്ല, തല ഉയർത്തത്തില്ല. ആമേശ്വത് കണ്ടു കഴിഞ്ഞാൽ മുഖം മാറ്റിപ്പോകും, ഇല്ലേ? ആമേശ്വത് ഒന്ന് നേരെ നോക്കി നമ്മളൊന്ന് പരിഹസിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിന്ദിച്ചു കഴിഞ്ഞാൽ, ആമേശ്വത് ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോകും. എന്നാൽ യേശുവിലേക്കൊന്ന് നോക്കിയേ, ഒരു കുറ്റവും അവന്റെ ജീവിതത്തിൽ തെളിയിക്കാൻ പറ്റിയില്ല. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. ആമേൻ. യഹൂദന്മാർ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. വന്നില്ലേ? അളക്കുന്ന അളവിനാൽ സ്തോത്രം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ സ്തോത്രം ആളുകളെ കുത്തി നിറച്ച് സ്തോത്രം ഗ്യാസ് സ്തോത്രം തുറന്നു വിട്ട് സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് മരിച്ചു വീഴുന്നവർക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മരിക്കേണ്ടി വരുന്നതെന്നുള്ളൊരു ഉത്തരം അവർക്ക് കിട്ടിയിരുന്നില്ല. കാരണം ഉത്തരം കിട്ടാതെ വണ്ണം അവർ ക്രൂശിച്ചു കൊന്ന ഒരുത്തനുണ്ട്. ആമേൻ. അടക്കുന്ന അളവിനാൽ നമുക്കും എന്ത് ചെയ്യും? മറക്കരുത്. എൻ്റെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് എടുക്കാനുണ്ട്. സമയം വേഗത്തിൽ ഇങ്ങനെ ഓടുകയാ. സ്തോത്രം നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്ക് അളന്നു കിട്ടും. സ്തോത്രം അതിന് പകരക്കാരനെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം ഒരു ഒറ്റ വാക്യം ന്യായാധിപൻ, ഇത് ഇവിടെ തീർക്കാൻ പറ്റത്തില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്കൊന്ന് വന്നേ. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. വേഗത്തിലൊന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ബേസക്കിൽ വെച്ച് അവർ അദോനി ബേസക്കിനെ കണ്ടു, അവനോട് യുദ്ധം ചെയ്തു, കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. അടുത്തത്, എന്നാൽ അദോനി ബേസക്ക് ഓടിപ്പോയി, അവർ അവനെ പിന്തുടർന്ന് പിടിച്ചു, അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. ഞാൻ ചില സമയങ്ങളിലൊക്കെ ഈ വാക്യം എടുത്ത് ഞാൻ വായിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ട്. അദോനി ബേസക്ക് എന്ന് പറയുന്ന രാജാവ്. സ്തോത്രം ഇവിടെ യുദ്ധത്തിനാര് പുറപ്പെടണമെന്ന് ചോദിക്കുമ്പോൾ യഹൂദ പുറപ്പെടട്ടെ എന്നാ പറയുന്നത്. സ്തോത്രം യുദ്ധത്തിനാര് പ്രാർത്ഥിക്കുന്നവർ പുറപ്പെടട്ടെ, സ്തുതിക്കുന്നവർ പുറപ്പെടട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ പുറപ്പെടട്ടെ എന്ന് അതിന് 1-ാം വാക്യം ഒന്ന് വായിച്ചേ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ. മതി, യഹൂദ പുറപ്പെടട്ടെ. യോശുവയുടെ കാലം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ദൈവജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തൊരു മനുഷ്യനായിരുന്നു യോശുവ. സ്തോത്രം അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോ പിന്നെ ആരാണ് ഇനി യുദ്ധത്തിന് പോകേണ്ടത്? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഒത്തിരി ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞു. ആര്?
യഹൂദ, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയ മക്കളെ, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് പട്ടണം പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ഒരു ആത്മാവിനെ നേടാൻ പറ്റത്തുള്ളൂ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ സ്തുതിക്കുന്നവനെ കൊണ്ട് ഒരു ആമേ പട്ടണം പിടിക്കാൻ പറ്റത്തുള്ളൂ. സ്തുതിക്കുന്നവനെ കൊണ്ട് ഒരു ആത്മാവിനെ നേടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്ന് പഴയ നിയമത്തിൽ പറയുന്നത്, ഒത്തിരി ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആമേ സ്തോത്രം, ആമേ തികവേറിയ മേൽത്തരമേറിയ കടിച്ചു കീറുന്ന പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പുറപ്പെടേണ്ടത് ആരെന്ന് ചോദിച്ചപ്പോ യഹൂദ പുറപ്പെടട്ടെ. ഒരു പുറപ്പെട്ടു. അങ്ങനെ അദോനി ബേസക്കിൽ ചെന്നപ്പോ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ സ്തോത്രം, അവരാരെ കണ്ടു? അദോനി ബേസക്കിനെ അവർ കണ്ടു. ആമേ സ്തോത്രം, ബേസക്കിൽ വെച്ച് അദോനി ബേസക്കിനെ കണ്ടു. അവനെ പിടിച്ചിട്ട് എന്താ ചെയ്തത്? അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. പെരുവിരൽ ആമേ തള്ളവിരൽ. ഈ തള്ളവിരലിന് ഒരു പ്രത്യേകതയുണ്ട്, ഇല്ലേ? 4 വിരലിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മുമ്പിലേക്കെന്ന്. പക്ഷേ ഈ 4 വിരൽ മാത്രമുള്ളെങ്കിലോ, ഈ വിരലില്ലെങ്കിലോ, ഇതില്ലെങ്കിലോ ഈ സാധനം പിടിക്കാൻ പറ്റുമോ? ഇതിനെ ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് തള്ളവിരല, പെരുവിരൽ. ആമേ സ്തോത്രം. ഇതിനെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്ന 4 എണ്ണം ഫ്രണ്ടിൽ നിന്നോട്ടെ, പക്ഷെ ബാക്കിൽ ഒരുത്തനുണ്ട്. അധികം വലിപ്പമൊന്നുമില്ല, പക്ഷെ ഇവനാണ് ഇതിനെ ലോക്ക് ചെയ്ത് നിർത്തി. ഏത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്? ആമേ ഒരു അമ്പ് വില്ലിൽ തൊടുത്ത് വിടുന്നതും, ഒരു വാള് ആമ കൊണ്ട് വെട്ടുന്നതും, ഒരു പരിച കൊണ്ട് തടുക്കുന്നതും എല്ലാം ആമേ ഇവന് വലിയ പ്രത്യേകതകളാണ്. ആമേ സ്തോത്രം. ഈ വിരല് പിടിച്ചിട്ട് ആമേ സ്തോത്രം 5 ആമേ കാലിൻ്റെ 5 വിരൽ ആമേ സ്തോത്രം പെരുവിരല്, ആമേ ഇപ്പുറത്തെ കാലിൻ്റെ 5 വിരലിൻ്റെ പെരുവിരല്, ഇപ്പുറത്തെ കൈയുടെ 5 വിരലിൻ്റെ പെരുവിരല്, ഇപ്പുറത്തെ കൈയുടെ 5 വിരലിൻ്റെ പെരുവിരല് മുറിച്ചു കളഞ്ഞു. ആമേൻ. ഇന്ന് ഇസ്രായേൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങളാണ്. അന്നും ഇതുപോലെ തന്നെ ആദ്യത്തെ ഈ പ്രവൃത്തി കാണുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, ഇവന്മാർ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? യഹൂദന്മാര് അവന്മാർ പുറപ്പെട്ടിട്ട് ആ മനുഷ്യനെ പിടിച്ച് അദ്ദേഹത്തിന്റെ കൈയുടെയും കാലിന്റെ പെരുവിരൽ മുറിച്ചു കളഞ്ഞെന്ന് ചിന്തിക്കും. അവൻ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവനെ പിടിച്ച് മുറിച്ചു കളഞ്ഞു. അടുത്തത്, കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബേസക്ക് പറഞ്ഞു. അപ്പൊ ഈ അദോനി ബേസക്ക് എന്തായിരുന്നു ചെയ്തിരുന്നത്? എത്ര പേര്? 70 പേരെ, 70 രാജാക്കന്മാരെ പിടിച്ച് 70 രാജാക്കന്മാരുടെയും കൈയുടെയും കാലുടെയും പെരുവിരൽ മുറിച്ചു കളഞ്ഞുകൊണ്ട് അവന്റെ മുമ്പാകെ പിറക്കി തിന്നുന്ന, ഇത് കണ്ട് രസിക്കുന്ന സന്തോഷിക്കുന്ന ഒരുത്തനായിരുന്നു അദോനി ബേസക്ക്. കണ്ടോ മക്കളെ? ഹല്ലേലൂയ. അതിനൊരു യഹൂദയെ പരിശുദ്ധ ദൈവം പുറത്തെടുക്കുകയാ. ഹല്ലേലൂയ. അദോനി ബേസക്കെ, നീ കരുതി ഈ 70 എണ്ണത്തിനെ ഇനി 100 വേണ്ടിയുള്ള പദ്ധതിയിലേക്കായിരിക്കും നീ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേ സ്തോത്രം. 70 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് 100 മാറ്റാൻ 30 എണ്ണത്തിനെ കൂടി പിടിച്ച് പെരുവിരൽ മുറിച്ചു കളഞ്ഞ് പിറക്കി തിന്നെന്ന് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയായിരിക്കും നിന്റെ പദ്ധതി. പക്ഷേ ആമേ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടായിരുന്നു. ആമേ 70 പേരെ പിടിച്ചപ്പോഴും ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ടായിരുന്നു. അദോനി ബേസക്കെ, നിനക്ക് വേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അതിക്രമിച്ചു പോകത്തില്ല. സമയമാകുമ്പോൾ അത് വന്നു ചേരും. ഈ വാക്യത്തിന് ഈ വാക്യം തുല്യം വെക്കാനായിട്ട് വേറൊരു വാക്യമില്ല, ഇല്ലേ? നിങ്ങൾ അളക്കുന്ന അളവിനാൽ അളന്ന് കിട്ടുമെന്ന് പറയുന്നതിൽ ഈ വാക്യത്തിന് തുല്യമായി ഒരു വാക്യമില്ല. അദോനി ബേസക്ക് തന്നെ പറയുകയാണ്, ഞാൻ ചെയ്തതിനൊത്തവണ്ണം, ഇല്ലേ? അവൻ സ്തോത്രം. ഇവനെ പിടിച്ചിട്ട് ഇവര് ചെയ്തത് എന്താണെന്നറിയാമോ? അവന്റെ കൈയുടെയും കാലിന്റെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അദോനി ബേസക്ക് പറയുന്നത്, കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച് 70 രാജാക്കന്മാർ എന്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ, ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ചെയ്യോ? അങ്ങനെ ചെയ്യോ പ്രിയ മക്കളെ? ചെയ്യും. ഇന്നല്ലെങ്കിൽ 10 നാൾ കഴിയുമ്പോൾ, ഇന്നല്ലെങ്കിൽ 10 നാൾ കഴിയുമ്പോൾ, ചിലപ്പോ ഇന്ന് ഞാൻ ചെയ്ത പ്രവൃത്തികൾ എൻ്റെ മകന്റെ കാലഘട്ടത്തിലായിരിക്കാം ചിലപ്പോ അത് വരും. നിങ്ങൾ ചിന്തിക്കരുത്, അന്നുള്ളത് അന്നു ഏറ്റു പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരിക്കലും നീ ആ ലിസ്റ്റിൽ വരത്തില്ല.
ആമേ ചെയ്ത പ്രവൃത്തികൾ. വചനം പറയുന്നത് ഇത് പുതിയ നിയമത്തിൽ കാണുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് അവനവൻ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ. ആമേൻ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വെളിപ്പെടേണ്ടി വരും. പഴയ നിയമത്തിലുള്ളതല്ല, പുതിയ നിയമത്തിൽ പറയുന്ന വാക്യമാണ്. ആമേശ്വത അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒത്തവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. അത് മാറിപ്പോകത്തില്ലെന്ന പരിശുദ്ധാത്മ പറയുന്നത്. ഇന്ന് പുതിയ പഠിപ്പിക്കലുകളുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തേതിൽ നീ ഒന്നും തിരിഞ്ഞു നോക്കണ്ട, നിന്റെ പാപങ്ങളൊന്നും അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൊരിന്ത്യർ സഭയിലെ വിശ്വാസികളുടെ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് പറയുവാനിടയായി തീർന്നു, ചെയ്യുന്നതെല്ലാം വരുന്നൊരു ദിവസമുണ്ട്. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വിളിച്ചു പറയുന്നു, ചെയ്യുന്നതെല്ലാം വരുന്നൊരു ദിവസമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം വിളിച്ചു പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പോഴാണെങ്കിൽ മാത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ ചെയ്തതിനൊത്തവണ്ണം തന്നെ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. എന്റെ മേശയുടെ കീഴിൽ 70 പേര് പറക്കി തിന്നിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് അവൻ പറഞ്ഞു, ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബേസൊക്കെ പറഞ്ഞു. ആമേശ്വരം ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു. ആമേശ്വരം ചരിത്രത്തിൽ ഇടം പിടിച്ച നാബോത്തിന്റെ മരണം, പ്രിയമക്കളെ, ഹല്ലേലൂയ, നാബോത്തിന്റെ മരണം സകല വ്യക്തിത്വങ്ങൾക്ക് അറിയാവുന്നതാ. നീചന്മാരായ ചില വ്യക്തിത്വങ്ങളെ മുൻനിരയിൽ നിർത്തി നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നാബോത്ത് തീരുകയാണ് അവിടെ വെച്ച്. എന്നാൽ അതിന്റെ 17-18 വാക്യത്തിൽ സ്വതം ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ വെളിപ്പെടുകയാണ്. സ്വതം അവനോട് പറയുന്നത് 18-ാം വാക്യം ഒന്ന് എടുത്ത മോനെ. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് ശമരിയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പാൻ ചെല്ലുക. ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ട കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. അടുത്തത്, നീ അവനോട് നീ കൂല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്തു വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് എന്ത് ചെയ്യുക? പറയുക. സംഭവിച്ചില്ല പ്രിയ മക്കളെ? അവനെ കൊന്നു. അവന്റെ രക്തം വീണ സ്ഥലത്ത് അന്നൊന്നും സംഭവിച്ചില്ല. ഇവൻ മാനസാന്തരപ്പെട്ടു. പക്ഷേ ഇവന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഇവന്റെ മകൻ ഉണ്ടായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അവന്റെ മകനായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു അല്ലേ? ഇസബേലിന്റെ ശുദ്രവും സ്തോത്രം അവളുടെ സകല പരിപാടികളും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ. അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു യേഹൂവിനെ സ്വർഗത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച് അവിടേക്ക് നടത്തുകയാ. വർഷങ്ങൾ പലത് കഴിഞ്ഞു പ്രിയ മക്കളെ, വർഷങ്ങൾ കഴിഞ്ഞു. അവിടെ നാബോത്തിനെ എങ്ങനെ തകർത്തുവോ അതുപോലെ സ്വർഗത്തിലെ ദൈവവും അവളെ തകർത്ത് കളയാനിടയായി തീർന്നു. കുടുംബത്തെ തകർത്ത് കളയാനിടയായി തീർന്നു. തലമുറകളെ തകർത്ത് കളയാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ അളക്കുന്ന അളവിനാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഒന്നും ഭവിക്കും. വായിച്ച വാക്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ദൈവത്തിന്റെ കൈക്കീഴെ ദൈവം നിർമ്മിച്ചിരിക്കുന്ന ലോകസ്ഥാപനം മുതലെയുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായിരിക്കുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ വായിച്ചതും ഈ പുസ്തകത്തിലുള്ളതും. ഏത് അളവുകോൽ കൊണ്ട്, ഏത് മാനദണ്ഡം കൊണ്ട് നമ്മൾ അളക്കുന്നുവോ അത് നമ്മളുടെ മേൽ വരും. സ്തോത്രം. എന്നല്ലെങ്കിൽ 10 നാൾ കഴിയുമ്പോൾ വരും. വരാതിരിക്കാൻ നമ്മൾ ആരെയും വിധിക്കരുത്. നമ്മൾ ആരെയും അളക്കരുത്. അളക്കുന്ന അളവിനാൽ നമുക്ക് അളന്നു കിട്ടും. കണ്ണുകൾ അടക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. യേശുവിനെ എന്ത് കാരണത്താലാണ് കൊല്ലുന്നതെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് അളവ് തെളിവ് അവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല. പല കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ടും തെളിവുകളൊന്നും കിട്ടാതെ വണ്ണം അരിമനാഥനായ യേശുവിനെ അവർ ക്രൂശിച്ചു കൊന്നു.
കുറെ കാലം കഴിഞ്ഞു പോയി. ആമേ, ക്രൂശിച്ചവരുടെ തലമുറകൾ പിന്നത്തെ ഉളവായി വന്നു, കൊച്ചുമക്കൾ ഉളവായി വന്നു. ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്ത് കാരണത്താലാണ് അവര് മരിച്ചു പോകുന്നതെന്നും എന്ത് കാരണത്താലാണ് ഞങ്ങളെ കൊല്ലുന്നതെന്നും തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം സ്തോത്രം, ഹല്ലേലൂയ, പല ഗെറ്റോകളിലും വെച്ച് ഹല്ലേലൂയ, പല സ്ഥലങ്ങളിലും വെച്ച് അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർ മരിച്ചു. ഇന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ. കാരണം അന്ന് പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ, അവനെ ക്രൂശിക്ക, കൊല്ലുക. അളന്ന അളവ് കൊണ്ട് തിരിച്ചു വന്നു. അദോനിബേസക്ക് അവന്റെ മേശയുടെ കീഴിൽ 70 രാജാക്കന്മാർ പിറക്കി തിന്നുകൊണ്ടിരുന്നു. അദോനിബേസ് പിന്നെയും സംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ചിന്തിക്കാത്ത നിലവാരത്തിൽ അവന്റെ ജീവിതത്തിൽ അത് കടന്നു വരുന്നത്, അവന്റെ പെരുവിരല് സ്വർഗം മുറിച്ചു മാറ്റി. ഹല്ലേലൂയ. അവൻ പറയുന്നത്, ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്കും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചെയ്തതിനൊത്തവണ്ണം തന്നെ ദൈവം എനിക്ക് തന്നു. നാബോത്തിന്റെ തകർത്ത് കളഞ്ഞതിന് പകരമായി സ്വർഗത്തിലെ ദൈവം അന്ന് പറഞ്ഞു, നീ ചെയ്ത സ്ഥാനത്ത്, നായ്ക്കൽ രക്തം നക്കിയ സ്ഥാനത്ത് നിന്റെ രക്തവും നക്കിക്കളയാനിടയായിട്ടുണ്ട്. ഈ ദൈവം എന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മളിലേക്ക് തന്നെ നോക്കാം. ജീവിതത്തിന്റെ ഏതെങ്കിലും കുറവുകൾ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അനുദിനവും വിശുദ്ധീകരിക്കപ്പെട്ട് തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ച് എന്ന് പറയുന്നത് പോലെ നമുക്കും സമർപ്പിക്കാം. യേശുവേ, ഒരു പുതിയ ദിവസത്തിലേക്ക്, ഒരു പുതിയ സമയത്തിലേക്ക്, ഒരു പുത്തൻ തീരുമാനമെടുത്ത് തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കൃപ കൊണ്ട് പൊതിയണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ.